നമസ്തേ. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബാലൻസിങ് പോസ്ചറാണ്. നമുക്ക് കയ്യിൽ ബാലൻസ് ഉള്ള, കാലിൽ ബാലൻസ് ചെയ്യുന്ന യോഗാസനങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൈ ബാലൻസ്, അതാണ് കുറച്ചുകൂടെ എളുപ്പം. കാലിൻ്റേത് നമുക്ക് ഒരു കാലിലൊക്കെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വൃക്ഷാസനം നമ്മൾ കാലിൽ ബാലൻസ് ചെയ്യുന്നതാണ്. ഒന്ന് രണ്ടെണ്ണം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്ന് കൈ ബാലൻസ് ഉള്ള ചെയ്യുന്ന ഒരു യോഗാസനമാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് കാകാസനം എന്നാണ്. അതായത് നമ്മൾക്ക് കാകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാകൻ, കാക്ക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുന്നു. ഇത് ബാലൻസിങ് പോസ്ചർ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗർഭിണികൾ, മാസമുറയിലുള്ളവർ ഈ യോഗാസനം ചെയ്യാതിരിക്കുക. അതുപോലെ അമിത ഉത്കണ്ഠയുള്ള ആൾക്കാർ, ചെന്നിക്കുത്തുള്ള ആൾക്കാർ, അതുപോലെ നമ്മുടെ ഇടുപ്പെല്ലിന് പ്രശ്നം ഉള്ള ആൾക്കാർ, കൈയുടെ ഷോൾഡറിന് അല്ലെ കൈയുടെ ബലക്കുറവുള്ള ആൾക്കാർ ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതുകൊണ്ടുള്ള ഗുണം കണ്ടതിന് ശേഷം പറയാം. ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കുക, ചെയ്യാതിരിക്കുക. ഗുണം യോഗാസനം കണ്ടതിന് ശേഷം പറയാം. ഓക്കെ. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ചിലപ്പോൾ എൻ്റെ കാലിൻ്റെ പൊസിഷൻ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ സൈഡിൽ ചെരിഞ്ഞ് അത് ചെയ്ത് കാണിക്കാം. നമ്മൾ വജ്രാസനത്തിലിരുന്നു. സാധാരണ ഇരിക്കുന്ന പോലെ നമ്മൾ കൈകൾ, വിരലുകൾ അകത്തി ഇരുന്നു. എന്നിട്ട് കാലുകളുടെ മുട്ടിൻ്റെ ഭാഗം ത്തിനകത്ത്, നമുക്ക് കഴിയുമെങ്കിൽ ഇത് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പം ചെയ്യാൻ പറ്റില്ല, പഠിച്ചതിന് ശേഷം, ബാലൻസ് ആയതിനു ശേഷം ചെയ്താൽ മതി. എന്നിട്ട് കയ്യിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ടുവരികയാണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കൈ വിരലുകൾ അകത്തി വെക്കുക, ഒരു കാക്കയുടെ വിരലിരിക്കുന്ന പോലെ. അതിനുശേഷം മുന്നോട്ടാഞ്ഞ് നമ്മുടെ കാലിനെ പൊക്കുകയാണ്. ഇതാണ് ചെയ്യേണ്ടത്. പരമാവധി സമയം നമ്മൾ കൈയുടെ ബാലൻസിൽ നിൽക്കുക. ഈ കൈ നന്നായി പതിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഏകാഗ്രത സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബാലൻസിങ് പോസ്ചറിൻ്റെ ഉദ്ദേശം. കൈയുടെ പേശികൾക്ക് ബലം കൂടും, അതുപോലെ തന്നെ തോളിന് ബലം കൂടും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. നമ്മുടെ ശരീരഭാരം മുഴുവൻ നമ്മുടെ ഈ കയ്യിൽ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ഗുണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തെ പേശികൾക്കും ബലം വർദ്ധിക്കും. ഇതാണ് കാകാസനം ചെയ്താലുണ്ടാകുന്ന ഗുണം. ചെയ്ത് നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറിഞ്ഞു വീഴാതെ നോക്കണം. മുന്നോട്ട് വീണാൽ നമ്മുടെ മുഖം നിലത്ത് തട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ പതുക്കെ പതുക്കെ ചെയ്യുക. ചെയ്യുമ്പോൾ കാലുകൾ അകന്നു പോകാൻ നോക്കണം. കാലുകൾ പാദങ്ങൾ ചേർന്ന് തന്നെ. ഞാൻ ചെയ്തതിൽ കൃത്യമായിട്ടത് കാണാൻ പറ്റും. ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫലം അവരവർ അനുഭവിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കുക.